തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് കൊല്ലം സ്വദേശിയായ ഗായിക വർഷ രഞ്ജിത്ത്. 2020 മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരമാണ് ഔസേപ്പച്ചൻ സംഗീത സംവിധാനം നിർവഹിച്ച തായ്നിലം എന്ന ചിത്രത്തിലെ ആകായം മേലെ എന്ന ഗാനത്തിലൂടെ വർഷയ്ക്ക് ലഭിച്ചത്. 2016 മുതൽ 2022 വരെയുള്ള വർഷങ്ങളിലെ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സമ്മാനിച്ചത്. 2020 ஆண்டுக்கான திரைப்பட விருதுகள் வழங்கப்பட்டு வருகின்றன. சிறந்த பின்னணி பாடகி விருது பெற்றுக் கொள்கிறார்கள் திருமதி வர்ஷா ரஞ்சித் அவர்கள். മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ച വർഷ രഞ്ജിത്ത് കൊല്ലം മുണ്ടക്കൽ സ്വദേശിനിയാണ്. വർഷ രഞ്ജിത്തിന്റെ സംഗീത വിശേഷങ്ങൾ നമുക്ക് വർഷ രഞ്ജിത്തിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെയായിരുന്നു ഈ പുരസ്കാരത്തിലേക്കുള്ള വർഷയുടെ യാത്ര? എന്താ പറയണ്ടേ, ഔസേപ്പച്ചൻ സാറിൻ്റെ സോങ് ആണ് ഇത്. ആക്ച്വലി ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം താമരൈ മാമാണ് നമുക്ക് ലിറിക്സ്, അപ്പം മാമിനും സ്റ്റേറ്റ് അവാർഡ് ഉണ്ട് ഫോർ ദ സെയിം സോങ്, അതേ ഇയറിലുണ്ട്. അപ്പം താമരൈ മാം ഇങ്ങനെ പറഞ്ഞു, എന്താണ് ഒരു ഇങ്ങനെ സോങ് ഇങ്ങനെ ഒരാൾ പാടണം, നമുക്കൊരു ഫാദർ ഡോട്ടർ ഒരു ബോണ്ട് ഒരു സ്റ്റോറിയാണ്. അപ്പം നല്ലൊരു 13-14 വയസ്സുള്ളൊരു കുട്ടിയെ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഔസേപ്പച്ചൻ സാർ. അപ്പം താമരൈ മാമിൻ്റെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻചാർജ് ഉണ്ട് KD വിൻസെൻ്റ് അങ്കിളുടെ മൈൻഡിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഈ 2 പേരും ഞാൻ തന്നെയായിരുന്നു, എന്നെ തന്നെയായിരുന്നു പറഞ്ഞത്. സംഗീതത്തോട് ഒരുപാട് താല്പര്യമുണ്ട്, സംഗീതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ അതിൽ ഭാഷാ പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ 12th വരെ ചെന്നൈയിലായിരുന്നു, പിന്നെയാണ് കേരളത്തിലോട്ട് മാറിയത്. അപ്പം തമിഴ് എനിക്ക് നല്ല ഉണക്ക് വായിക്കാനും എഴുതാനും ഒക്കെ, മലയാളത്തിനെക്കാട്ടും എനിക്ക് കൂടുതൽ അറിയാവുന്ന തമിഴാണ്. അപ്പോൾ അതെനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതൊരു അടിപൊളിയൊരു സോങ് ആണ് ഔസേപ്പച്ചൻ സാറിൻ്റെ. വരികളാണെങ്കിലും താമരൈ മാം അടിപൊളിയൊരു സ്റ്റോറിയും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നമ്മളിത് പാടുന്ന സമയത്ത് എനിക്കൊരു ഇതുണ്ടായിരുന്നു, നല്ലൊരു പാട്ടാണ്. ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ അവാർഡിൻ്റെ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നില്ല ആക്ച്വലി. അതും ഇപ്പോൾ 2020 അവാർഡ് ഇപ്പോൾ 2026 ഇതിപ്പോൾ പറയുന്നത് തന്നെ. അപ്പോൾ തന്നെ നമുക്കൊരു, ഞാൻ ഇങ്ങനെ ആലോചിക്കും, അങ്ങനെ ശരിക്കും കിട്ടിയതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം ഇങ്ങനെ ന്യൂസ് അറിഞ്ഞപ്പം. ഫിലിമിൻ്റെ പേര് തായ്നിലം, തമിഴ് ഫിലിം. സോങ്ങിൻ്റെ പേര് ആകായം മേലെ. ഇനി പാട്ടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ പാട്ടൊന്ന് പാടാം അല്ലേ? ഓ തീർച്ചയായിട്ടും. ആകായം മേലെ അപ്പാനി കീഴേ மீரா உறக்கும் கொள்கின்றாய் காற்று நீ കൺമൂടി. നല്ല ഫീൽ ഉണ്ട് ആ പാട്ടില്ലേ? പാടിയ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു, അനുഭവിച്ച ആ ഒരു ഫീൽ? അത് ഇപ്പം എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ആ ഒരു ഞാൻ പാടിയ ടൈം 14ാമത്തെ വയസ്സിലാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ആ ഒരു ഏജിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാര്യം അത്രയും സീരിയസ് ആയിട്ട് കാര്യന്ന ഒരു ഏജ് അല്ലല്ലോ, കുറേയും കൂടെ ചെറുതല്ലേ. ഒരു അച്ഛൻ ഇങ്ങനെ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലും വരുന്ന ഒരു സോങ് ആണിത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലായി. പിന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ ട്യൂണും കേട്ടപ്പോൾ പിന്നെ തീർന്നു. അങ്ങനെ കരഞ്ഞ് വിഷമം ചെയ്യുന്നപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഔസേപ്പച്ചൻ സാർ പറഞ്ഞത്, മോളെ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഇനി നമ്മൾ തിരിച്ച് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ, മലയാളത്തിൽ ഇതുവരെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അത് ഏതൊക്കെയാണ്? മലയാളത്തിൽ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളവും തമിഴും ചേർത്ത് ഒരു 70+ ഫിലിംസിൽ ഞാൻ പാടിയിട്ടുണ്ട്. അതിലൊരു ഫിലിമായിരുന്നു തായ്നിലം. റീസെൻ്റ് ആയിട്ട് പാടിയത് അതിഭീകര കാമുകൻ ഫിലിമിലായിരുന്നു. ബിപിൻ അശോക് ചേട്ടനായിരുന്നു മ്യൂസിക്. അപ്പോൾ അതിൽ തണലാലി എന്നൊരു ക്ലൈമാക്സ് സോങ് ആണ് ഞാൻ പാടിയത്. വർഷ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവരുടെയും ചുണ്ടിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് വളരെ ഹിറ്റ് സോങ് ആയിരുന്നു. ആ പാട്ടിന് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, വർഷ എന്ന് പാടിയേ. ഓക്കെ. ആരാലും മനസ്സിൽ നിന്ന് ഒരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ എല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. നല്ല പാട്ടാണ്, പാടാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. ഈ ഫിലിമിൽ തന്നെ ഞാൻ അലങ്കാര പുതുക്കങ്ങൾ സോങ്ങും പാടിയിട്ടുണ്ട്. അതും പാടിയാണ്. ഓക്കെ, ആ രണ്ടുപേരും കൂടെ പ്ലീസ്. അലങ്കാര പുതുക്കങ്ങൾ അതിർപ്പം പോരാ, അതിനാലെ അതിപ്പങ്ങൾ തുടി താളങ്ങൾ എല്ലാം ചെത്തും കല്യാണമായി കല്യാണമായി കല്യാണമായി.
മനോഹരമായ പാട്ട് അല്ലേ? ഈ ഇതിനിടയ്ക്ക് നാഷണൽ അവാർഡുകളിലേക്കൊക്കെ പരിഗണിക്കപ്പെട്ട ഒരു വാർത്തയുണ്ട്, കേട്ടിരുന്നു. അതിനെക്കുറിച്ചൊന്ന് എന്താണ് സംഭവം? അത് ഔസേപ്പച്ചൻ സാറിൻ്റെ തന്നെ ഫിലിമായിരുന്നു, ബാങ്ക്, അനശ്വര ചേച്ചി അഭിനയിച്ച്. അതും എനിക്ക് തോന്നുന്നൊരു 13-14 വയസ്സിൽ ഞാൻ പാടിയൊരു പാട്ടാണ്. 2 സോങ്സ് പാടിയായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വലത് ചെവിയിൽ നിന്നൊരു സോങ് ആണ്. നാഷണൽ അവാർഡ് നോമിനി ആയിരുന്നു ഞാൻ. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നമുക്കിനി അച്ഛനെയും അമ്മയും കൂടി ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട് അല്ലേ? എനിക്കൊന്ന് വിളിക്കാമോ? അച്ഛനെ കണ്ടപ്പോഴാണ് എന്തോ ഒരു മുഖസാമ്യം, ആരോ ആയിട്ടൊരു മുഖസാമ്യം തോന്നുന്നു. ശരത്, മ്യൂസിക് ഡയറക്ടർ ശരത് സാർ. അതെ അതെ, എൻ്റെ വല്യച്ഛനാണ്. ശരത് സാറിന്റെ അനിയനാണിത്. ഓ ശരി, ഓക്കെ. ശരത് സാറിന്റെ അനിയനാണ്. പേരെങ്ങനെ? രഞ്ജിത്ത് വാസുദേവ്. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എങ്ങനെയാണ്? ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. ഞാനൊരു 4 മൂവി, മലയാളവും 2, തമിഴ് ഒരു 3 മൂവിയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബംസ് നിറയെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ മകൾ ഈ പാട്ടുരംഗത്തേക്ക് ഇറങ്ങി, അപ്പോൾ ഈ കുടുംബത്തിൽ ഈ ഒരു കല മുന്നോട്ട് കൊണ്ടുപോകുന്നു അല്ലേ? അപ്പം അതിലുള്ള ഒരു സന്തോഷവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ. മകൾക്ക് ഇപ്പോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതെ 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 അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൂടി എവളെന്ന് പറഞ്ഞാൽ, ഈ മോളെന്ന് പറഞ്ഞാൽ ചെറുതിലേ തൊട്ട് അവൾക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ തന്നെ ഞാൻ സീക്വൻസ് ചെയ്യിക്കുമ്പോഴും എല്ലാം എൻ്റെ കൂടെ തന്നെ കാണും. എൻ്റെ പേര് ഷീബ. എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും കലാപരമായിട്ടുള്ള? ഞാൻ BA മ്യൂസിക്കാണ് പഠിച്ചത്. എനിക്കിവിടെ നിറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട് ഞാൻ. ഇത് കേട്ടപ്പോൾ ശരത് സാറ് വിളിച്ചിരുന്നോ ഈ പുരസ്കാരം അറിഞ്ഞിട്ട്? ഓ തീർച്ചയായിട്ടും. മല്ലിച്ചൻ ഭയങ്കര തമാശയായിട്ട്, എടി നിനക്ക് അവാർഡ് കിട്ടിയല്ലേ, ആരോ മക്കളെ നിനക്ക് തന്നല്ലേ, ഭയങ്കര ഫണ്ണാട്ടോ അത്. പക്ഷെ പുറത്ത് ഒരാൾക്ക് കേൾക്കുമ്പം അത് എന്നാലും എന്ത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് തോന്നും. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ വലിച്ചറിയുന്നത് തമാശയാണ്, അത് ആ രീതിയിലേ എടുക്കാവുള്ളൂ. അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞേ ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു വല്യച്ഛൻ. ഇങ്ങനെ ഓരോരോ ന്യൂസ് വരുന്നത് എനിക്ക് അപ്പം എനിക്ക് അങ്ങനെ അയച്ചു തരും. ഞാൻ മ്യൂസിക്കായിട്ട് തന്നെ പോകാനാണ് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്യുന്നത്. പഠിത്തമായിട്ട് ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്, ഫാത്തിമയിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പോൾ 3rd ഇയർ BCom ഫിനാൻസ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നോക്കട്ടെ, മ്യൂസിക്കിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. എന്താവണമെന്ന് അറിയില്ല. വർഷയ്ക്ക് ഈ സംഗീത ലോകത്തേക്ക് കടന്നു വന്നപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ ഉണ്ടായിരുന്നു. ഒരുപാട് പാരമ്പര്യവും കൂടെ ഒക്കെ അവകാശപ്പെട്ടാണ് വർഷ സംഗീത ലോകത്തേക്ക് കടന്നു വന്നത്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയത്. പക്ഷേ സംഗീത ലോകത്ത് എത്തിപ്പെട്ടപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ കിട്ടിയിരുന്നു വർഷയ്ക്ക് അല്ലേ? അതെ അതെ. ആദ്യം തന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ അച്ഛനോടാണ്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ബിന്നി മാമിൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന നന്ദിനി മിസ്സിൻ്റെ അടുത്താണ്. സോ എൻ്റെ ഗുരുക്കന്മാർക്ക് ആദ്യമേ തന്നെ നന്ദി. പിന്നെ പറയാനുള്ളത് എൻ്റെ അമ്മ, അച്ഛൻ, ചേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് ഇവരെനിക്ക്. ഇപ്പം മ്യൂസിക്കൽ ഫീൽഡ് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മാമനാണല്ലോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പം അവർക്കൊക്കെ ആദ്യമേ നന്ദി പറയാം. പിന്നെ ഈ ഫിലിമിന് എനിക്ക് അവസരം തന്ന താമരി മാം, പിന്നെ വിൻസെൻ്റ് അങ്കിൾ, പിന്നെ ഔസേപ്പച്ചൻ സാറിന് ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് എ സോങ്. പിന്നെ നമ്മുടെ ഈ തായ്നിലം ഹോൾ ക്രൂവിന്, ഡയറക്ടർ അഭിലാഷ് സാറിനും, പിന്നെ ആക്ട് ചെയ്ത അമർ രാമചന്ദ്രൻ സാറിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ദൈവത്തിന് നന്ദി. തീർച്ചയായും വർഷയിൽ നിന്നും ഇതേപോലെ ജനങ്ങൾ ആസ്വദിക്കുന്ന, നമ്മളുടെയൊക്കെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന, ഉയർന്നു കേൾക്കുന്ന ഒരുപിടി നല്ല കാര്യങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. എല്ലാവിധ ആശംസകൾ അമൃത TVയും വർഷയ്ക്ക് കുടുംബത്തിന് നേരുകയാണ്. പ്രദീപ് വാളത്തുങ്ങിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.